നമസ്കാരം. അന്തരിച്ച മുതിർന്ന CPM നേതാവ് സഖാവ് MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് അതിശക്തമായി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും സമൂഹ മാധ്യമത്തിൽ എഴുതാറുണ്ട്. അതിൽ മിക്ക എഴുത്തുകളും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുമുണ്ട്. കാരണം കമ്മ്യൂണിസം എന്താണെന്ന് സഖാവ് MM ലോറൻസിനെ പോലെയുള്ള അടിയുറച്ച ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് കമ്മ്യൂണിസത്തെ വളർത്തിയ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഇൻകുലാ ചിന്താവ, പിണറായി വിജയൻ ചിന്താവ, ഇതാണ് കമ്മ്യൂണിസം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന വിവരദോഷികളായ അന്തങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ സർക്കാർ ആശുപത്രിയിൽ ബിസ്മിൻ എന്നൊരു ചെറുപ്പക്കാരൻ ചികിത്സ കിട്ടാതെ മരിച്ചത്. അതേക്കുറിച്ചാണ് ആശാ ലോറൻസിൻ്റെ ഒരു ദരിദ്രൻ്റെ വിലാപം എന്ന തലക്കെട്ടിൽ എഴുതിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് മുന്നേ കൈ ഉയർത്തി കേണത് രക്ഷിക്കാനല്ലാതെ ലാൽസലം പറയാനല്ല മന്ത്രി കൊച്ചമ്മേ. ക്യാമറാമാനെയും കൂട്ടി മിന്നൽ പരിശോധന നടത്തുന്നതല്ല മന്ത്രിപ്പണി. മാധ്യമപ്രവർത്തനവുമല്ല മന്ത്രിപ്പണി. ഇൻ്റർവ്യൂ നടത്തുന്നതുമല്ല മന്ത്രിപ്പണി. കപ്പലിൻ്റെ കുലുക്കം നോക്കുന്നതുമല്ല മന്ത്രിപ്പണി. സ്വാധീനം കൊണ്ട് MLA വരെയാകാം. പക്ഷേ ആഭ്യന്തര വകുപ്പിന് ഒപ്പം തന്നെ അതീവ ശ്രദ്ധ വേണ്ട ആരോഗ്യ വകുപ്പ് വീണ കൊച്ചമ്മയ്ക്ക് കൊടുത്തവർ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെയും അവിടെ ചെല്ലുന്ന രോഗികളെയുമാണ് ചതിച്ചത്. കൊലപാതകമാണ് നടന്നത്. ചികിത്സ സമയത്ത് നൽകാത്തതും ചികിത്സ വൈകിപ്പിക്കുന്നതും കൊലപാതകമായി കണക്കാക്കി കോടതികൾ സ്വമേധയാ കേസെടുക്കണം. നമ്പർ 1 ആണത്രേ നാട്ടിലെങ്ങും. തിരുനാവായയിലെ കുംഭമേള തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് ആശുപത്രികളുടെ നടത്തിപ്പ് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാമായിരുന്നില്ലേ? ഇനി പത്രക്കാരെയും കൂട്ടി അഭിനയിക്കാൻ പോകുമോ? കണ്ണിന് തുടയ്ക്കൽ, ഉത്തരത്തിലോട്ട് നോക്കൽ, നെടുവീർപ്പ് തുടരും. മന്ത്രി കൊച്ചമ്മയുടെ അഭിനയം തുടരും. ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ പറഞ്ഞതാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഓടിക്കയറി ചെല്ലുന്നു. എങ്ങോട്ട്? AKG സെൻറ്ററിലോട്ട്. ആര്? മാധ്യമപ്രവർത്തക വീണ ജോർജ്. എന്നിട്ടെന്താ? നേരെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ കാണുന്നു. ഇറങ്ങുന്നത് സ്ഥാനാർത്ഥി എന്നല്ല, സ്ഥാന ആർത്തിയായി എന്നാണ് പരിഹാസ രൂപേണ ആശാ ലോറൻസ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ വരെ ഞെട്ടി. കുട്ടിമാമ ഞെട്ടി. സ്ഥാന ആർത്തി ജയിച്ചു. സഖാക്കളുടെ ഞെട്ടാനുള്ള യോഗം കഴിഞ്ഞിരുന്നില്ല. ആരോഗ്യമന്ത്രിയായപ്പോഴാണ് കുട്ടിമാമ ഉന്നത സഖാക്കൾ വരെ ശരിക്കും ഞെട്ടിത്തരിച്ചത്. ഓലപ്പടക്കം പൊട്ടിയപ്പോൾ ഞെട്ടിയ ഞെട്ടൽ സിമ്പിൾ. പക്ഷേ സഭാബന്ധം കാര്യം പ്രധാന വകുപ്പ് തന്നെ മേടിച്ചെടുത്തത് കണ്ടും കേട്ടും ഞെട്ടിയ ഞെട്ടലായിരുന്നു. ഞെട്ടൽ കുട്ടിമാമ. KK ശൈലജാമ്മ അവരെ ഞെട്ടി. അവരെ വെട്ടിയാണല്ലോ ഇവരെ മന്ത്രിണിയാക്കിയത്. ഡോക്ടർ ഹാരിസ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പിന്നെ എന്ത് നടന്നു? അദ്ദേഹത്തെ കള്ളനാക്കാൻ വരെ ശ്രമിച്ചില്ലേ? രോഗി മരിച്ചതല്ല, കൊന്നതാണ്. നമ്പർ 1 കൊലപാതകം. ഒറ്റപ്പെട്ട കൊലപാതകവുമല്ല, മനഃപൂർവ്വമുള്ള കൊലപാതകം. ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ദേഷ്യപ്പെട്ട നേഴ്സ് വരെ ഈ കൊലപാതകത്തിൽ ഉത്തരവാദിയാണ്. മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ, ഒരു മന്ത്രിയായിരുന്നെങ്കിൽ, MLAയോ MPയോ ആയിരുന്നെങ്കിൽ, കോടീശ്വരനായിരുന്നെങ്കിൽ, വേണ്ട, കയ്യിൽ കുറഞ്ഞത് ഒരു 25,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും എത്തിക്കാൻ പറ്റുമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ച സമ്പന്നന്മാരുടെ നാട്ടിൽ നടന്ന കൊലപാതകം, ആശുപത്രിയിൽ നടന്ന കൊലപാതകം, അനീതികൾ നടന്നു കഴിയുമ്പോൾ കൂപ്പുകൈ മാപ്പ് പറച്ചിൽ. സഹോദര, മാപ്പെന്ന് പറയാൻ മനസ്സില്ല. സഹോദര, മാപ്പില്ല. താങ്കളോട് ക്രൂരത കാണിച്ചവർക്ക് മാപ്പില്ല. അവസാന കണ്ണീർ തുള്ളി മതി കൊലപാതകികളെ പൊള്ളിക്കാൻ. ആ സഹോദരിയുടെ ഒറ്റയ്ക്കുള്ള പരക്കം പാച്ചിലും യാചനയും മതി കൊലപാതകികളെ ശിക്ഷിക്കാൻ. കേരള മോഡൽ നമ്പർ 1. ഇങ്ങനെയാണ് ആശാ ലോറൻസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ചിന്താശേഷിയുമില്ലാത്ത കുറേ അടിമക്കണ്ണുകൾ. ശ്വാസം മുട്ടി ആ മനുഷ്യൻ ജീവന് വേണ്ടി യാചിക്കുന്നത് മനസ്സലിയിച്ചിരുന്നുവെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുന്ന ആ സ്ത്രീ രാജിവെച്ചൊഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ എവിടെ മനസാക്ഷി? എന്തിനാണ് നിങ്ങൾ ഭരിക്കുന്നവർ ഞങ്ങളുടെ നികുതി പണമെടുത്ത അമേരിക്കൻ ചികിത്സയ്ക്ക് പോകുന്നത് എന്ന് ചോദിക്കാൻ പോലും അനുവാദവും സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതിലപ്പുറം സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല.